വേനൽ മഴയ്ക്ക് പിന്നാലെ പത്തനംതിട്ട കാനറ ബാങ്കിന്റെ ശാഖയിൽ വെള്ളം കയറി. ഓടകൾ അടഞ്ഞതിനെ തുടർന്നാണ് വെള്ളക്കെട്ടുണ്ടായത്. ശ്രീ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, നല്ല മഴയായിരുന്നു ഇന്നൊക്കെ അവിടെ? 2:30 കൂടിയാണ് മഴ നേരിയ തോതിൽ ആരംഭിച്ചത്. അതിനുശേഷം ശക്തിപ്പെടുകയായിരുന്നു. എന്നാൽ വെള്ളം കയറുന്ന തരത്തിലുള്ള മഴ ഉണ്ടായില്ല. അതേസമയം ഈ മേഖലയിലെ ഓടകൾ അടഞ്ഞു കിടന്നതിനെ തുടർന്നാണ് ഇവിടെ വെള്ളം വരികയും പിന്നീട് അത് താഴ്ന്ന പ്രദേശങ്ങളിൽ, താരതമ്യേന റോഡിനേക്കാൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ കടകളിലും അടക്കം വെള്ളം കയറുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാനറ ബാങ്കിന്റെ പത്തനംതിട്ട ശാഖയ്ക്കുള്ളിൽ വെള്ളം കയറുകയും തൊട്ട് അടുത്ത മുറിയിൽ പ്രവർത്തിക്കുന്ന ATM കൗണ്ടറിനുള്ളിൽ വെള്ളം കയറുകയും ചെയ്തിരിക്കുകയാണ്. ബാങ്കിന്റെ പ്രവർത്തനം പരിപൂർണമായും സ്തംഭിച്ചിരിക്കുന്നു. ഏറെക്കുറെ 3:30 കൂടിയാണ് വെള്ളം കയറി തുടങ്ങിയത്. അരമണിക്കൂർ സമയം കൊണ്ട് അപ്രതീക്ഷിതമായി വെള്ളം ഉള്ളിലേക്ക് കയറുകയായിരുന്നു. കഴിഞ്ഞ മഴക്കാലത്തും സമാനമായ രീതിയിൽ 2 തവണ കാനറ ബാങ്ക് ശാഖയ്ക്കുള്ളിൽ വെള്ളം കയറിയിരുന്നു. ജീവനക്കാർ നടത്തിയ ശ്രമങ്ങൾ വിഫലമായതിനെ തുടർന്ന് ഫയർഫോഴ്സിന്റെ സഹായം തേടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ എത്തി അകത്തു നിന്നും മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയുന്ന സ്ഥിതിയാണ്. മുൻപും നമുക്ക് സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലേ? ഉണ്ടായിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ഇന്നത്തെ? ഇന്ന് പെട്ടെന്ന് മഴ പെയ്യുകയും വെള്ളം കയറുകയോ ചെയ്തേ. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് വെള്ളം അങ്ങ് നിറഞ്ഞു പോയി. പിന്നെ കുഴപ്പമില്ല. പിന്നെ മഴ തണുത്തത് കൊണ്ട് കുഴപ്പമില്ല. മഴ ശക്തമായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ എന്തെങ്കിലും സാധനങ്ങളോ രേഖകളോ നനയുകയോ അങ്ങനെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കുഴപ്പമില്ല. ഇതിൽ ഫയർഫോഴ്സ് കഴിഞ്ഞ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് എത്തിച്ചേർന്നവർ വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ഏറെക്കുറെ അരമണിക്കൂർ സമയത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടുകൂടി മാത്രമേ പൂർണ്ണതോതിൽ വെള്ളം വറ്റിച്ച് പുറത്തേക്ക് മാറ്റാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്തായാലും ബാങ്കിൻ്റെ പ്രവർത്തനം പരിപൂർണമായി സ്തംഭിച്ചിരിക്കുകയാണ്. സമീപത്തെ ഏതാനും കടകൾ, അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ, അതിനുള്ളിലും വെള്ളം കയറിയിരുന്നു. എന്നാൽ മഴയിൽ ഇപ്പോൾ കാര്യമായ കുറവ് വന്നിട്ടുണ്ട്. മഴ ഏറെക്കുറെ പൂർണ്ണമായി തോർന്നു നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതിനാൽ തന്നെ വെള്ളത്തിൻ്റെ അളവിൽ കാര്യമായ കുറവുണ്ട്. ഈ ബാങ്ക് ശാഖ പ്രവർത്തിക്കുന്ന മുറിക്കുള്ളിൽ ആദ്യം കയറിയ വെള്ളത്തിൻ്റെ അളവിലും ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുകൂടി കാര്യമായ കുറവ് സംഭവിച്ചിരിക്കുകയാണ്. രഞ്ജിത്തുണ്ട്, മുൻ മാനേജർ കൂടിയായ രഞ്ജിത്ത് നമ്മോടൊപ്പം സംസാരിക്കുന്നുണ്ട്. മുൻപും നമുക്ക് സമാനമായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 2-3 തവണ ഉണ്ടായി. അത് ആ ഓടയിൽ നിന്ന് വെള്ളം വലിഞ്ഞു പോകാത്ത പ്രശ്നമാണ്. കഴിഞ്ഞ വർഷം ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. 3 തവണയിൽ കൂടുതലുണ്ടായിട്ടുണ്ട്. അന്ന് നമ്മൾ സമാനമായി ഫയർഫോഴ്സിൻ്റെ സേവനം തേടുകയായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ഉണ്ടായത്. മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ, മഴ ശക്തമാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം കയറും. നമുക്ക് മാത്രമല്ല, യൂണിയൻ ബാങ്കിലൊക്കെ സമാനമായ അനുഭവമാണ് ഉണ്ടാകുന്നത്. റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനവും ഓട തടസ്സപ്പെട്ടതുമാണ് കാരണം. ഓട തടസ്സപ്പെട്ടതാണ് പ്രധാനപ്പെട്ട കാരണം. ആ വെള്ളം ഓടയിൽ കൂടെ വലിഞ്ഞു പോകാത്തതാണ് പ്രശ്നം. ഓട തടസ്സപ്പെട്ട തന്നെയാണ് പ്രശ്നം. മഴ പെയ്ത് ശക്തമായ മഴയാണെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ്. ഈ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഈ പ്രശ്നം വരുന്നത്. നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ ഒരു 2 ആഴ്ച കാലയളവായി വൈകുന്നേരങ്ങൾ, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് 3 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയങ്ങളിൽ ഇടവിട്ട മഴ പത്തനംതിട്ടയിൽ ലഭ്യമായിരുന്നു. ഇന്നലെയും ഇന്നും താരതമ്യേന ശക്തമായ മഴയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പെയ്ത് തോരുന്ന മഴയിലാണ് ഇത് സംഭവിച്ചത്. ഓട പലയിടങ്ങളിൽ തടസ്സപ്പെട്ട് കിടക്കുന്നതിനാൽ തന്നെ പെയ്ത് വരുന്ന വെള്ളം കൃത്യമായി ഒഴിഞ്ഞു പോകാത്തത് വെള്ളക്കെട്ടുകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതാണ് ബാങ്കിൻ്റെ അടക്കം പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ഓട തടസ്സപ്പെട്ടാണ് കാനറ ബാങ്കിന്റെ പത്തനംതിട്ട ശാഖയിൽ ഇത്തരത്തിലൊരു വെള്ളക്കെട്ടുണ്ടായത്. അതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് തന്നെയാണ് അവിടുത്തെ ജീവനക്കാരും ആവശ്യപ്പെടുന്നത്.